നമസ്കാരം. കുന്നത്തുനാട് എം.എൽ.എ. പി.വി. ശ്രീനിജനെതിരായിട്ടുള്ള ഒരു വെല്ലുവിളി കാണാനിടയായി. അതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും വായിച്ചു. അത് പറയുന്നതിന് മുന്നോടിയായിട്ട് ഒരു ചെറിയൊരു കാര്യം നിങ്ങളടുത്ത് പറയാം. അതായത് എന്തെങ്കിലും ഒരു വിഷയത്തെ നമ്മൾ സാന്ദർഭികമായി കൂടി വിശദീകരിച്ചു തന്നാൽ നിങ്ങൾക്ക് ആ കാര്യത്തെക്കുറിച്ച് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങളുടെ പ്രദേശത്തൊക്കെ താമസിക്കുമ്പോൾ കുറച്ചൊക്കെ സാമ്പത്തികമുള്ള ചില ഏതെങ്കിലും മുതലാളിമാരുണ്ടെന്ന് നിങ്ങൾ കരുതുക. ആ വീട്ടിൽ പൊതുവെ മുതലാളിമാർ വളർത്തുന്നത് ഏതെങ്കിലും സാധാരണക്കാരായിട്ടുള്ള നായ്ക്കളായിരിക്കില്ല, നാടനൊന്നും ആയിരിക്കില്ല. വിദേശ ഇനത്തിലുള്ള മുന്തിയതാണെന്ന് തോന്നുന്ന തരത്തിൽ ഈ പിറ്റ്ബുൾ എന്നൊക്കെ പറയും, പിറ്റ്ബുൾ, റോട്ട് വീലർ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അങ്ങനെയുള്ള ഇനം പട്ടികളെ വളർത്തുകയാണ്, അല്ലെങ്കിൽ നായ്ക്കളെ വളർത്തും. എന്തിനാണ്? അതൊരു പ്രൗഢി കാണിക്കാൻ വേണ്ടിയാണ്. മുതലാളിയുടെ സ്റ്റാറ്റസിനനുസരിച്ചുള്ള നായ്ക്കളെ ആയിരിക്കണമല്ലോ സ്വാഭാവികമായിട്ട് വളർത്തേണ്ടത്. കാര്യം ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അതിലും ഒരു ഗമ തോന്നണം. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വിദേശ ഇനമാണ്, അതിനൊരു കൗതുകം തോന്നണം. ആ നിലയ്ക്കാണ് ഇങ്ങനെയുള്ള നായ്ക്കളെയൊക്കെ വളർത്താറുള്ളത്. വളർത്തുക എന്ന് പറഞ്ഞാൽ അതിന്റെ ലക്ഷ്യം മുതലാളിയുടെ സുരക്ഷയാണ്. ആരെങ്കിലും കടന്നു വന്നാൽ മുതലാളിക്ക് സുരക്ഷ എന്നുള്ള നിലയ്ക്ക് അവരെ നേരിൽ കുരയ്ക്കണം. ആരെങ്കിലും മുതലാളിയെ ആക്രമിക്കാൻ വന്നാൽ കുരയ്ക്കണം, അല്ലെങ്കിൽ വെറുതെ കിടന്ന് കുരച്ചുകൊണ്ടിരിക്കണം. മുതലാളിയിൽ നിന്നൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് കുരച്ചുകൊണ്ടിരിക്കണം. ഇത് ആ നായ്ക്കളുടെ ഒരു ശൈലിയായിരിക്കും. അതുപോലെയാണ് കിഴക്കമ്പലം എന്ന പ്രദേശത്തെ ഒരു മുതലാളി. ജട്ടി മുതലാളി എന്ന് പറഞ്ഞാലേ നാട്ടുകാർക്ക് അറിയാവും. വേറെ പേര് പറഞ്ഞാൽ ഇപ്പൊ നാട്ടുകാർക്ക് അറിയില്ല. സാബു എന്ന് ചോദിച്ചാൽ അത് ആരെന്ന് ചോദിക്കും. അതാണ് സാബു. ആര്? ജട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കിഴക്കമ്പലത്തെ മറ്റേ മുതലാളി എന്ന് കൃത്യമായിട്ട് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അങ്ങനെയുള്ള ആ ജട്ടി മുതലാളി, ആ മുതലാളി എങ്ങനെയാണ് മുതലാളി ആയെന്നൊക്കെ അറിയാലോ. അപ്പൻ നാട്ടുകാരെയൊക്കെ പറ്റിച്ചുണ്ടാക്കിയ കുറച്ച് പൈസയിൽ പണം വന്നു കഴിഞ്ഞാൽ പഴയ കാലമൊക്കെ മറക്കുമല്ലോ. ഗതകാല സ്മരണകളെല്ലാം നമ്മൾ അയവിറക്കേണ്ട കാര്യമില്ല, അതെല്ലാം കളയണം. നാട്ടുകാരെ പറ്റിച്ച ആ വായ്പാ കഥയൊക്കെ നമ്മൾ മറന്നതിന് ശേഷം ഇന്ന് പണം വന്നതുകൊണ്ട് നമ്മൾ മുതലാളി ആരായിട്ട് കാണണം? ഏതോ ഒരു ആദരവുള്ള പുരുഷനായിട്ട് കാണണം. അങ്ങനെ കാണാൻ ഈ നാട്ടിൽ ചിലർക്ക് അവകാശമുണ്ട്. അതാണ് തുടക്കത്തിൽ പറഞ്ഞു വന്നത്. ഈ മുതലാളിമാരുടെ ഈ പണം കാണുമ്പോൾ ചിലർക്ക് ഒരു വിധേയത്വം കാണും. അവിടെയാണ് ഞാൻ പറഞ്ഞാൽ ഈ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യന് ചുറ്റല്ല, കാണുമ്പോൾ തന്നെ ഈ മുതലാളിമാരുടെ ഭാഷയിൽ പറഞ്ഞ കുടുംബത്തിൽ പിറന്ന എന്നുള്ള നിലയ്ക്കുള്ള ചിലരെയൊക്കെ തീറ്റിപ്പോറ്റി വളർത്തും. കാര്യം അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ മാന്യന്മാരാണെന്ന് നമ്മൾ അങ്ങ് കരുതിക്കൊള്ളണം. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ വെല്ലുവിളിയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അതായത് കിഴക്കമ്പലം പ്രദേശത്ത് മുതലാളി നടത്തിക്കൊണ്ടിരിക്കുന്ന ആ കൃഷി കച്ചവടത്തിനെയൊക്കെ പി.വി. ശ്രീനിജൻ എം.എൽ.എ. ശക്തമായി എതിരിടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രത്യേകമുള്ള ആ സാമ്രാജ്യത്തിന് മേൽ വലിയ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ, അതായത് ഈ പൈസ കൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങളുടെ വായ്മൂടി കെട്ടിയതിനു ശേഷം മുതലാളി അങ്ങ് വിഹരിക്കുകയാണല്ലോ. അവിടെ സിംഗപ്പൂർ മോഡൽ റോഡെല്ലാം ഉണ്ടാക്കി ആൾക്കാരുടെ നട്ടല്ലെല്ലാം റബ്ബറാക്കി കൊടുക്കാൻ കഴിഞ്ഞ ഒരു അവസ്ഥ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അങ്ങനെ സിംഗപ്പൂർ മോഡൽ നടപ്പിലാക്കി നാട്ടുകാർക്ക് ഇപ്പോ എണ്ണത്തോണിയിൽ നിന്ന് എണീക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുത്ത എം.എൽ.എ. എന്നുള്ള നിലയ്ക്ക് ആ വിഷയത്തിലെല്ലാം പരസ്യമായി പ്രതികരിക്കേണ്ടി വരും. അങ്ങനെ പ്രതികരിച്ചപ്പോ മുതലാളിയുടെ ഒരു പിറ്റ്ബുള്ളിന് വല്ലാത്ത ചൊറിച്ചിൽ. അങ്ങനെ കഴിഞ്ഞ ദിവസം കിഴക്കമ്പലത്ത് നടത്തിയ ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ പി.വി. ശ്രീനിജൻ എം.എൽ.എ. വെല്ലുവിളിക്കുന്ന ഒരു വാചകം കേൾക്കാനിടയായി. അതായത് ഈ കുടുംബം കുളം തോണ്ടുവന്ന്. അതെന്താണ് ഈ കുടുംബം കുളം തോണ്ടു എന്ന് പറയുന്നത്? നടുക്ക് വന്നിട്ട് ഒരു കുളം തോണ്ടി അതിനകത്ത് അവന്മാർ മീനിട്ട് വളർത്തുമെന്നാണ് പറയുന്നത്. അത് ആ സിംഗപ്പൂർ മോഡൽ റോട്ടിൽ തന്നെ വേണമെങ്കിൽ കുറച്ച് മീനിട്ട് കൊടുത്താൽ മതി, ആവശ്യത്തിനുള്ള കുളം അവിടെ തന്നെ ഉണ്ട്. ഇനി എം.എൽ.എയുടെ വീട് കുളം തോണ്ടു എന്ന് പറഞ്ഞതിനാണ് ആ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ഒരു പോസ്റ്റ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചിട്ടുള്ളത്. അത് നിങ്ങൾ കേൾക്കേണ്ടതുണ്ട്. ചില മുതലാളിമാരെയൊക്കെ ജട്ടിയുടെ വില തന്നെയാണ് കൊടുക്കേണ്ടത്, അതിനൊന്നും എടുത്ത് തലയിൽ വെക്കേണ്ട കാര്യമില്ല. ചിലർക്ക് പിന്നെ മുതലാളിയിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഈ കിളുവ കിട്ടുമെങ്കിൽ മുതലാളിയെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ പ്രീതിയുടെ അടിസ്ഥാനത്തിൽ കിട്ടിയ ആ കിളുവ കടിച്ചു പിടിച്ചുകൊണ്ട് ഇതുപോലെ കിടന്ന് കുരയ്ക്കുമ്പോൾ അവർക്ക് ചില ഉശിരൻ മറുപടി കൊടുക്കേണ്ടി വരും. അത് കൃത്യമായിട്ട് പി.വി. ശ്രീനിജൻ എം.എൽ.എ. ഇന്നിപ്പോ സോഷ്യൽ മീഡിയയിലൂടെ കൊടുത്തിട്ടുണ്ട്. അതിനാദ്യം അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. കാര്യം ഈ നാട്ടിൽ മുതലാളി എന്നുള്ള നിലയ്ക്ക് ഒരുത്തനെയും വകവെച്ച് കൊടുക്കേണ്ട കാര്യമില്ല. മുതലാളി മര്യാദയ്ക്ക് ജനങ്ങളുമായിട്ടൊക്കെ മാന്യമായിട്ട് ഇടപെടുകയാണെങ്കിൽ ആ മുതലാളി ബഹുമാനം അർഹിക്കുന്നുണ്ട്. അല്ലാതെ എന്റെ പണമുണ്ട്, എന്റെ കുറെ ജട്ടിയുണ്ട്, അതുകൊണ്ട് എന്നെ എല്ലാവരും ജട്ടിയെ പോലെ തന്നെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞാൽ കയ്യിൽ വെച്ചിരുന്നാൽ മതി എന്നുള്ള നിലയ്ക്ക് പി.വി. ശ്രീനിജൻ എം.എൽ.എ. മുതലാളിക്ക് വേണ്ടി ആ കുറച്ച ആ വ്യക്തിയുടെ പ്രതികരണം പങ്കുവെച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് കുറിപ്പ് വെച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം ആ പ്രതികരണം ഒന്ന് കണ്ടേ. ഈ രാജ്യത്തെ രക്ഷിക്കാൻ, ഭാവി തലമുറയെ രക്ഷിക്കാൻ ഞങ്ങളുടെ നേതാവിന്റെ എന്തെങ്കിലും ഒരു രീതിയിൽ നീ ഒന്ന് തൊട്ടു നോക്കിയാൽ നിന്റെ കുടുംബം ഞങ്ങൾ കൊളന്തോണമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേട്ടല്ലോ. ഇനി ഒരു ഫേസ്ബുക്ക് കുറിപ്പ് കൂടിയുണ്ട്. കുടുംബം കുളം തോണ്ടുന്നവനെ കിട്ടിയിട്ടുണ്ട്. ആരുടെയെങ്കിലും വീട്ടിൽ സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യാനുണ്ടെങ്കിൽ ഇവനെ വിളിച്ചാൽ മതി, മിടുക്കന. 2020 വൈസ് പ്രസിഡന്റ്, എടാ ഗോപകുമാര, നിന്റെ മുതലാളി നിനക്ക് എന്തെങ്കിലും തരുന്നുണ്ടെങ്കിൽ അതിന് നീ മുതലാളിയെ കാണുമ്പോൾ വാലിളക്കിയാൽ മതി, അല്ലാതെ കിഴക്കമ്പലത്ത് നിന്ന് നാട്ടുകാരുടെ നേരെ കുരയ്ക്കണ്ട. കൃത്യമായിട്ടുള്ള വാചകമാണ്. പി.വി. ശ്രീനിജൻ ആ എഴുതിയിട്ടതിന് അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്.
ചിലർ കരുതുന്നുണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ മുതലാളി ആയതുകൊണ്ട് മറുപടി പറയില്ല, മുതലാളിമാരോട് ഈ നാട്ടിലുള്ളവർക്ക് ഒരു വിധേയത്വമുണ്ട് എന്നുള്ള കാര്യമാണ്. യവനെ ഒന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ജട്ടിക്കച്ചവടം ഉണ്ടെങ്കിൽ ജട്ടി മുതലാളിക്ക് കൊള്ളാം, നാട്ടുകാർക്കൊന്നും അതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. ജട്ടി മുതലാളി ആയിട്ടുണ്ടെങ്കിൽ കുറച്ചു പേരെ നാസ ജട്ടിയിട്ട് ഇതുപോലെ കുരയ്ക്കാൻ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ ആ കുരയിൽ കേട്ടിട്ട് നാട്ടുകാർ മുഴുവൻ ഭയപ്പെട്ടു പോകുന്നു ഒരു ഗോപകുമാരന്മാരും കരുതരുത്. അതിന് ചേർന്ന മറുപടിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവർക്കൊരു പൊതുശീലമുണ്ട്, പൈസ ഉണ്ട്, കുടുംബത്തിൽ പിറന്നതാണ് എന്നുള്ള നിലയ്ക്കൊക്കെ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഇവർ പറയുന്നതെല്ലാം കൃത്യമാണ്, ഇവരാണ് ഈ നാട്ടിൽ ആദരിക്കപ്പെടേണ്ടത്, പോയി പണി നോക്കുക എന്ന് ഈ നാട്ടുകാർ പറയും. ജട്ടി മുതലാളിയോട് ആർക്കെങ്കിലും ആത്മാർത്ഥതയും സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കാണിക്കാം, അതിലൊന്നും യാതൊരു തെറ്റുമില്ല. പക്ഷേ ആ സ്നേഹം നാട്ടുകാരുടെ തോളിൽ കാണിക്കാൻ വന്ന ഏത് ഗോപകുമാരനായിരുന്നാലും ശരി, ആ ഗോപകുമാരന് ഈ നാട്ടിൽ ഒരു പിറ്റ്ബുള്ളിന്റെ വില പോലും തരത്തില്ല. അതിനേക്കാൾ ഇവിടെ പുച്ഛിച്ച് തള്ളുകയാണ് ഈ നാടിന്റെ പാരമ്പര്യം എന്ന് മാത്രമേ ഓർമ്മിക്കുന്നുള്ളൂ. എന്തായാലും തനിക്ക് നേരെ അടിച്ച ഡയലോഗിന് ആ രീതിയിൽ തന്നെ മറുപടി കൊടുത്ത PV ശ്രീനിജൻ അത് ഒരു മാതൃകയാണ്. അങ്ങനെ ആർക്കും കയറി കൊട്ടാവുന്നുള്ള ചെണ്ട എന്നുള്ള നിലയ്ക്ക് നിന്നു കൊടുക്കേണ്ട കാര്യമില്ല. ജനപ്രതിനിധി ആയതുകൊണ്ട് ഞാൻ ആര് പറയുന്നതിനും തിരിച്ചു പറഞ്ഞാൽ എന്റെ ഇമേജ് പോകുമെന്ന് കരുതേണ്ട കാര്യമൊന്നുമില്ല. എന്താണോ ഇങ്ങോട്ട് തരുന്നത് അതേ ഗ്രാവിറ്റിയിൽ തന്നെ മറുപടി കൊടുക്കുക. അത് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അതിന് ഹൃദയം നിറഞ്ഞ ഒരു അഭിനന്ദനം അറിയിക്കുകയാണ്.